ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ഇത് ഒരു പേഴ്സാണ്. ഇപ്പോഴത്തെ കാലത്ത് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സാണിത്. ഇത് ചെറിയ പെൺകുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷനിലെ പെൺകുട്ടികളൊക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഒരു പേഴ്സ് ആണിത്. വാനിറ്റി ബാഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പ്രത്യേകതകളാണ് ഇന്ന് പറയുന്നത്. ഇന്നത്തെ വിശേഷം ഇവിടെ ആരംഭിക്കുകയായി. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. എല്ലാ സ്ത്രീകളുടെയും കയ്യിൽ ഒരു വാനിറ്റി ബാഗ് അല്ലെങ്കിൽ ഒരു പേഴ്സ് ഉണ്ടാകാറുണ്ട്. യാത്രാവേളയിൽ അവരുടേതായുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും മേക്കപ്പ് വസ്തുക്കൾ വയ്ക്കുവാനും അത്യാവശ്യം പൈസ വയ്ക്കുവാനും കർച്ചീഫ് വയ്ക്കുവാനും ഒക്കെയാണ് ഇതുപോലെയുള്ള പേഴ്സുകൾ കൊണ്ടു നടക്കുക. അപ്പോൾ പല കാലഘട്ടങ്ങളിലായി പല തരത്തിലുള്ള പല മോഡലിലുള്ള പേഴ്സുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു. സ്ത്രീകളാകട്ടെ അവരുടെ സൗകര്യം പോലെയും കാണാൻ ഭംഗിയുള്ളതുപോലെയും ഉള്ള പേഴ്സുകൾ വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയതാണ് ഈ പേഴ്സ്. ഇത് ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു പേഴ്സാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നീളത്തിലുള്ള വള്ളിയാണ്. അപ്പോൾ പെൺകുട്ടികളൊക്കെ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഈ നീളത്തിലുള്ള വള്ളി കാരണമാണ്. ഇത് കാറിൻ്റെ സീറ്റ് ബെൽറ്റ് ഇടുന്നത് പോലെ ഇങ്ങനെ ഒരു തോളിൽ കൂടെ ആണ് ഇടുക, സീറ്റ് ബെൽറ്റ് ഇടുന്നത് പോലെ. എന്നിട്ട് ഈ പേഴ്സ് മുന്നിലേക്ക് ഇങ്ങനെ നിൽക്കും. അപ്പോൾ കൂടുതലായിട്ട് ഇത് സേഫ് ആയിട്ട് ഇരിക്കും. ആർക്കും തട്ടിപ്പിടിച്ചോണ്ട് കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ചോണ്ട് പോകാൻ പറ്റിയല്ല, പെട്ടെന്ന് തോളിൽ കൂടെ കിടക്കുന്നതുകൊണ്ട്. അത് കാരണമാണ് പെൺകുട്ടികളൊക്കെയും കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സ് തോളിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വേസ്റ്റ് ഭാഗത്തായിട്ട് ഈ പേഴ്സ് ഇങ്ങനെ കിടക്കും. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ സിബൊക്കെ തുറന്നിട്ട് നമ്മൾക്ക് എവിടെയെങ്കിലും യാത്രയിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു കൈ വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കുകയാണെങ്കിൽ തന്നെ ഒരു കൈ വെച്ചിട്ട് നമ്മൾക്കിങ്ങനെ സിബ് തുറക്കുകയും പൈസ ഒക്കെ പെട്ടെന്ന് എടുക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ബസ്സിലും ട്രെയിനിലും ഒക്കെ തിരക്കിനിടയിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ വളരെ സൗകര്യമാണിത്. ഇതിന് ചില്ലറ പൈസയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടുള്ള ഒരു അറ ഇവിടെയുണ്ട്. അതെല്ലാം നമ്മൾക്ക് അത്യാവശ്യം പൈസ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ വേറൊരു അറ ഇവിടെയുണ്ട്. ഇനി ഇതിനെ നമ്മളിങ്ങനെ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും നീളത്തിലായിട്ടിരിക്കും. അപ്പോൾ ഇതിനകത്തൂടെ ഇതുവഴി പിന്നെയും അറയുണ്ട് പുറകുവശത്തും. ഈ പുറകുവശത്തെ അറയിൽ കൂടെ ഇതുവഴിയെങ്കിലും നമ്മൾക്ക് ഇതിനെ ഇങ്ങനെ നീളത്തിലാക്കി വെച്ചിട്ട് നീളത്തിലുള്ള പേപ്പറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും നീളത്തിൽ നമുക്കിതിനകത്ത് വയ്ക്കുവാനും പറ്റും. നമ്മൾക്ക് ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിൽ ഇതിനെ ഇങ്ങനെ മടക്കി വെച്ച് ഇങ്ങനെ നമ്മൾക്ക് ഇവിടെ ഒട്ടിച്ചു വെക്കുന്ന ഇതാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയായിട്ട് ചെറുതായിട്ട് ഇരിക്കും. ഇവിടെ പുറകുവശത്തും സിബുണ്ട്, ഇവിടെ മുൻവശത്തും സിബുണ്ട്. ചെറുതായിട്ട് ഉള്ള ഒരു അറ വേറെയുമുണ്ട്. ഇത് ചില്ലറ പൈസയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അറ വേറെ ഉള്ളത്. അപ്പോൾ മൊബൈൽ ഫോണും നമ്മൾക്ക് ഒരു അറയ്ക്കുള്ളിൽ മൊബൈൽ ഫോൺ വെക്കാം. സാധാരണ നമ്മളുടെ ഒരു സ്മാർട്ട് ഫോൺ വയ്ക്കാനും മാത്രമുള്ള വലിപ്പമുള്ള പേഴ്സാണിത്. അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള വസ്തുക്കളും അത്യാവശ്യം വയ്ക്കാൻ പറ്റും. ഇതിനെ നമ്മളിങ്ങനെ തോളിൽ കൂടെ ഇങ്ങനെ ഇട്ട് സീറ്റ് ബെൽറ്റ് ഇടുന്നത് പോലെ ഇങ്ങനെ ഇട്ടിട്ട് അപ്പോൾ ഫ്രണ്ട് വശത്തായിട്ട് ഇങ്ങനെ ഈ പേഴ്സോടെ നിന്നോളും. പെട്ടെന്ന് ഒരു കൈ വെച്ചിട്ട് നമ്മൾക്കിത് തുറക്കുകയും ചെയ്യാം, വസ്തുക്കളൊക്കെ എടുക്കുകയും ചെയ്യാം. കൂടുതലുള്ള തിരക്കിനകത്ത് ഒക്കെ പോകുമ്പോൾ ഇത് സേഫായിട്ട് നിൽക്കുന്നതാണ്. അതിനാൽ തന്നെയാണ് പെൺകുട്ടികളൊക്കെ ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. പെൺകുട്ടികളിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സാരി ഉടുക്കുന്ന സ്ത്രീകൾ അങ്ങനെയായിട്ട് ഉപയോഗിച്ച് കാണാറില്ല. പാൻസും ജീൻസും ഒക്കെ ഇട്ട് നടക്കുന്ന പെൺകുട്ടികളാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിച്ച് കാണുക. അങ്ങനെ വളരെ സൗകര്യപ്രദമായ ഒരു പേഴ്സ് ആണിത്. ഇതുപോലെ തന്നെയാണ് മറ്റു പല പേഴ്സുകളും വരുന്നത്. ഓരോരോ സാഹചര്യത്തിന് അനുസരിച്ച് ഓരോരോ
ട്രെൻഡിങ് ആയിട്ട് ഓരോരോ സമയം